ഈ പള്ളി കാണാത്ത അല്ലെങ്കിൽ പോവാത്ത ഒരു മലയാളി ക്രിസ്ത്യാനികളും ഉണ്ടാവത്തില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ചരിത്രം ഞാനൊന്ന് ചുരുക്കി വിവരിച്ചു തരാം. കൊച്ചി രാജാവ് അനുവാദം നൽകിയതിനെ തുടർന്ന് 1581 മുത്തേടത്ത രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ആർത്തുങ്കൽ തടി കൊണ്ടുള്ള ഒരു ദേവാലയം നിർമ്മിച്ചതിനെ തുടർന്ന് പുതുക്കി പണിഞ്ഞ മൂന്നാമത്തെ ദേവാലയമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഒരുപാട് രൂപങ്ങളും, അതായത് കാനായിലെ കല്യാണ വിരുന്ന്, അങ്ങനെ ഓരോ ഇൻസിഡൻസും അവർ രൂപങ്ങളായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പോകുന്ന വഴിയിൽ ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ ഈ കപ്പലിന് ചുറ്റും ചെന്ന് കഴിയുമ്പോഴാണ് ഈ രൂപം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ബാക്കി പള്ളിയുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയ ഒരാളും തിരിച്ചു വന്ന് നന്ദി പറയാതെ പോയിട്ടില്ല എന്നൊരു വിശ്വാസം കൂടി ഉണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് രണ്ട് പള്ളിയുടെയും ഇടയിലുള്ളൊരു സ്ഥലമാണ്. ഇത് പുതിയ പള്ളിയും അതിൻ്റെ വെള്ള കളറ് കാണുന്നതാണ് പഴയ പള്ളി. ഈ പഴയ പള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് കാണാം. അതേപോലെ അവിടെ കൊടുത്തിരിക്കുന്ന നേർച്ചകളെന്ന് പറയുന്നത് കൊന്തകളാണ് നേർച്ച കൊടുത്തിരിക്കുന്നത്. പല രീതിയിലും ഒരുപാട് നാളുകൾ മുന്നേ തൊട്ട് ചെയ്തിരിക്കുന്ന കൊന്തകൾ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ഈ പുതിയ പള്ളിയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇങ്ങനെ സ്റ്റെപ്പുകൾ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് പള്ളി എൻ്റെയർ ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓരോ ഇൻസിഡൻസും അവർ രൂപങ്ങളായിട്ട് വെച്ചിട്ടുണ്ടെന്ന്. അത് നമുക്ക് നല്ല വൃത്തിക്ക് അങ്ങ് അറ്റം വരെ കാണാൻ പറ്റും. പിന്നെ വേണ്ടവർക്ക് കൊന്ത പോലത്തെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അതും കഴിക്കാൻ നല്ലൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്.